വിശുദ്ധ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഓരോ കോപ്പി ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത് ഇതാണ് അള്ളാഹുവിന്റെ സന്ദേശം, ഈ സന്ദേശം മറിച്ചു നോക്കി നിങ്ങൾ ജീവിച്ചുകൊള്ളുകയും എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണമാണ് വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക വിശദീകരണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനക്കങ്ങളും ഒതുക്കങ്ങളും എല്ലാം വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടത്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവരീതി, എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ ജീവിത രീതി, റസൂലുള്ളാഹിയുടെ സംസ്കാരം എന്താണ്, നബിയുടെ സ്വഭാവം എന്താണ്, നബിയുടെ ജീവിത രീതി എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനോട് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞതെങ്കിൽ അതിന്റെ നേർരേഖയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ ജീവിത പദ്ധതിയാണെങ്കിൽ ആ സമ്പൂർണ്ണ മനുഷ്യന്റെ ജീവിത പദ്ധതി ലോകത്ത് ജീവിച്ചു കാണിച്ചു തന്ന സമ്പൂർണ്ണ മനുഷ്യനാരാണ്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ സാക്ഷാൽ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുന്നത് അത് ഖുർആനിന്റെ വിശദീകരണമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ബിഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യമായ വിശുദ്ധ ഖുർആനിനെ നബിയെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കേണ്ടത്? വബിറഹ്മതിഹി റഹ്മത്തുൽ ലിൽ ആലമീൻ, നബി മുഹമ്മദ് മുസ്തഫ തങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കേണ്ടത്. തങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ്. തങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ വബിദാലിക ഫൽയഫ്റഹൂ, ആ തങ്ങളെ കൊണ്ട് ആഘോഷിക്കുക, തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക, സന്തോഷപൂർവ്വം വിശദീകരിച്ചു കൊടുക്കുക, ആഘോഷപൂർവ്വം വിശദീകരിച്ചു കൊടുക്കുക. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷപൂർവ്വം ആവേശപൂർവ്വം ആഘോഷപൂർവ്വം വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കുവാൻ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയെ ആഘോഷത്തോടെ സന്തോഷത്തോടെ വിശദീകരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് വിശുദ്ധ പള്ളിയിൽ, മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു. അന്നത്തെ മൗലിദിന്റെ ലീഡറായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ റസൂലുള്ളാഹിയെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ, റസൂലുള്ളാഹിയുടെ മഹത്വം പറയാൻ, റസൂലുള്ളാഹിയുടെ സന്ദേശം എത്തിക്കുവാൻ റസൂലുള്ളാഹി തന്നെ ആ മദീന പള്ളിയിൽ സ്റ്റേജ് ഒരുക്കി കൊടുക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുകയാണ്, റസൂലുള്ളാഹിയുടെ മഹത്വം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ സ്റ്റേജിൽ കയറി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു യുഫാഖിറു അൻ റസൂലുള്ളാഹിന്റെ മഹത്വം പറയുകയാണ്, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുകയാണ്. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുമ്പോൾ, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സൽജനങ്ങളുടെ മഹത്വം പറയുമ്പോൾ, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അർവാഹുകൾ ഒരുമിച്ച് കൂടും,
ജീവിച്ചിരിക്കുന്നവരുടെ മരണപ്പെട്ടു പോയവരുടെ അർവാഹുകൾ മഹത്വം പറയുന്നിടത്ത് ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ചുകൂടെ മഹത്വക്കളിൽ നിന്ന് ഊർജം പകരുവാൻ ഹബീബായ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ് മാ നാഫഹ അൻ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന കാലത്തോളം, റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്ന കാലത്തോളം ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരുടെ ആത്മാവ് കൊണ്ട് നീ ശക്തിപ്പെടുത്തണം അല്ലാഹുവേ. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യേണ്ടതിന് പകരം ഹബീബായ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധ ആത്മാക്കളെ കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം അല്ലാഹുവേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു. ഇങ്ങനെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷപൂർവ്വം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്വഹാബത്ത് മൗലിദ് ഓതിയും സ്വഹാബത്ത് മൗലിദ് രചിച്ചു. നമുക്കറിയില്ലേ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു രചിച്ച മൗലിദാണ് മൗലിദ് സുആദ. മൗലിദ് സുആദ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന മൗലിദ് സ്വഹാബിയായ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് രചിക്കുകയും റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വന്ന് മൗലിദ് സുആദ പാരായണം ചെയ്യുകയും ചെയ്തു. ബാനത്ത് സുആദു ഫഖൽ ബിൽ യൗമ മത്ബൂലു മുതയ്യമൻ ഇസ്റാഹാ ലം യഫ്ദാ മഖ്ബൂലു വമാ സുആദു ഗദാ طلبين ذراهالو إلا أغلو غلي للطرفي مكهولو إن الرسول على سيف يستلاء به مهند من سيوف الله مسلول. 60 ചില്ലാനം ബൈത്തടങ്ങുന്ന മൗലിദ് സുആദ റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ മൗലിദ് ഓതിയ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ ഷാളണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സമ്മാനം നൽകിയ സംഭവം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും റസൂലുള്ളാഹിന്റെ മഹത്വം പറയുകയും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹിയെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ സ്വഹാബത്ത് കാണുകയും അങ്ങനെ കാണാൻ റസൂലുള്ളാഹി പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സ്വഹാബക്കൾക്ക് ശേഷമുള്ള താബിഉകൾ, ആ താബിഉകളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, 10ഓളം സ്വഹാബികളുമായി ബന്ധപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്, റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്ന ഖസീദത്തുൻ നുഅ്മാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലിദ് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് ആ മഹാനുഭാവൻ രചിച്ചതാണ്. എന്നാൽ ആ മൗലിദിൽ റസൂലുള്ളാഹിയുടെ മഹത്വം ധാരാളം പറഞ്ഞുകൊണ്ട് മൗലിദ് ഓതുന്ന മജ്ലിസുകളിൽ അർവാഹികൾ ഒരുമിച്ച് കൂടുമെന്നും ആ അർവാഹികളെ കൊണ്ട് ഊർജം പകരാൻ റസൂലുള്ളാഹി ദുആ ചെയ്യുകയും ചെയ്തെങ്കിൽ അർവാഹുകളുടെ നേതാവായ ഹബീബായ റസൂലുള്ളാഹിനെ തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് പറയുന്നു, യാ സയ്യിദസ് സാദാതി ജിതക ഖാസിദാ അർജു റിളക വഹതമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖ ഇന്നലി ഖൽബൻ മശൂഖൻ ലാ യറൂം സിവാക. മഹാനായ റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് അർജൂരിലാക വഅഹ്തമി ബിഹമാക, നബിയേ നിങ്ങളുടെ പൊരുത്തം എനിക്ക് വേണം, നിങ്ങളുടെ കാവൽ എനിക്ക് വേണമെന്ന് റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ചുകൊണ്ട്, മരണപ്പെട്ടു പോയ റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു.
സന്തോഷപ്പെട്ടെങ്കിൽ ഇങ്ങനെയുള്ള മഹത്തുക്കളായ ആളുകൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചത് ബഹുമാനപൂർവ്വം റസൂലുള്ളാഹിനെ ഉൾക്കൊണ്ടാൽ മാത്രമേ പരിശുദ്ധ വിശ്വാസിയാവുകയുള്ളൂ. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തവൻ അവന് വിശ്വാസിയല്ല, അവന് വിശ്വാസമില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദൈഹി വവൽദിഹി വന്നാസ് അജ്മഈൻ. നാം വളരെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാതാവിനേക്കാൾ, നമ്മുടെ പിതാവിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, ഇഷ്ടജനങ്ങളെക്കാൾ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി നമ്മുടെ ഹൃദയത്തിൽ, ഹബീബായ റസൂലുള്ളാഹി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, മക്കളെക്കാൾ, കൂട്ടുകുടുംബങ്ങളെക്കാൾ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നമ്മുടെ ഹൃദയം വികാരം കൊള്ളട്ടെ. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ മകൻ, എന്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ മനസ്സുകളിലുള്ളൊരു വികാരം, ആ വികാരത്തേക്കാൾ എന്റെ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ അവൻ സത്യവിശ്വാസിയാവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിക്കുകയും വഫാത്താവുകയും ചെയ്ത ഒരു മനുഷ്യനെ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം നാം എന്തിനു ബഹുമാനിക്കണം, നാം എന്തിനു ആദരിക്കണം? അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുവാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ കാണുന്നുവോ ആ മാനദണ്ഡങ്ങളുടെ സമുച്ചയമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ടാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനിയും ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുവാൻ കണ്ടെത്തുന്ന മാർഗം ആ മനുഷ്യന് ജനമനസ്സുകളിലുള്ള സ്വാധീനമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നേതാവും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനിയും നാം സ്നേഹിക്കുവാൻ കണ്ടെത്തുന്ന മാർഗം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സുന്ദരനെയാണോ? സൗന്ദര്യത്തിന്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനിയും നാം സ്നേഹിക്കുവാൻ കണ്ടെത്തുന്ന മാർഗം നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചു എന്നതിന്റെ പേരിലാണോ? എന്നാലും ഈ പ്രപഞ്ചത്തിൽ എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ സ്നേഹിക്കുവാൻ ഏതൊക്കെ മാനദണ്ഡങ്ങൾ കാണുന്നുവോ അതെല്ലാം സമ്മേളിച്ചവരാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പാണ്ഡിത്യത്തിന്റെ വിഷയം നാം പരിശോധിച്ചാൽ ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനഹു ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ് യമീൻ. എല്ലാ പ്രവാചകന്മാരും സമുന്നതമായ പദവിയുള്ളവരാണ്. എന്നാൽ ഇൽമിന്റെ വിഷയത്തിൽ ആ പ്രവാചകന്മാരഖിലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് എത്താൻ പോലും സാധ്യമല്ല. ഇൽമിന്റെ വിഷയത്തിൽ ഒരു പ്രവാചകനും റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്താൻ സാധ്യമല്ല. പ്രവാചകന്മാരിൽ വലിയ വലിയ വിജ്ഞാന പ്രമുഖരുണ്ട്. ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. അല്ലാഹു തആല ധാരാളം വിജ്ഞാനം നൽകിയ മനുഷ്യനാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ലോകത്ത്
ഇതുവരെ വന്നതും വരാനിരിക്കുന്നതുമായ സർവ്വ വസ്തുക്കളെ കുറിച്ചും ആധികാരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രപഞ്ചത്തിലെ വലിയൊരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ഇനിയും നിങ്ങൾ നോക്ക്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നുരി ഇബ്രാഹിമ മലകൂത്തസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ നിഗൂഢതകളെ കണ്ണുകൊണ്ട് നാം കാണിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഭൂമിയുടെ ഏതു ഭാഗത്താണ് ലോഹമുള്ളത്, എവിടെയാണ് പെട്രോൾ ഉള്ളത്, എവിടെയാണ് ഡീസൽ ഉള്ളത്, എവിടെയാണ് മറ്റു ലോഹങ്ങൾ ഉള്ളത്, സ്വർണം എവിടെയാണുള്ളത് എന്നിങ്ങനെ ഭൂമിയെക്കുറിച്ചും ആകാശത്തിലെ നക്ഷത്രങ്ങളെ കുറിച്ചും ഇന്ന് നാം നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചു വരുന്നേയുള്ളൂ. ഓരോരോ പുതിയ 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 നക്ഷത്രങ്ങളെ കുറിച്ച് ശാസ്ത്രം പഠിച്ചു വരുന്നേയുള്ളൂ. എന്നാൽ ആകാശത്തെ കുറിച്ച്, ആകാശങ്ങളിലുള്ള ഗാലക്സികളെ കുറിച്ച്, നക്ഷത്ര സമാഹാരങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ബോധമുള്ളവരാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇങ്ങനെ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്കിലും ആ പ്രവാചകന്മാരകിലവും ഇൽമിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിയോട് അടുക്കാൻ പോലും സാധ്യമല്ല. പിന്നെയോ ആ പ്രവാചകന്മാർക്കുള്ള വിജ്ഞാനം എത്രയാണ്? അയമേറിയ ഒരു സമുദ്രം, ഒരു ബഹറ്, ആ ബഹറിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം മുക്കിയാൽ ആ ഗ്ലാസിൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളത്തോട് സമാനമാണ് ലോകത്തുള്ള അമ്പിയാക്കളുടെ ഇൽമെങ്കിൽ ആ കടലിൽ, ആ ബഹറിൽ എത്ര വെള്ളം ബാക്കിയുണ്ടോ അതിനോട് തുല്യമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനം എന്ന് പറയുമ്പോൾ ലോകത്തെ മഹാനായ റസൂലുള്ളാഹിയെ വല്ലാൻ വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ, അറിവിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിയോട് വല്ലാൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. ഭൗതികമായ അഭൗതികമായ സർവവിജ്ഞാനത്തിന്റെയും കോശമാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിജ്ഞാനത്തിന്റെ കാര്യത്തിലാണ് ഒരു മനുഷ്യനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ നീ സ്നേഹിച്ചോ മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും നാം സ്നേഹിക്കുവാൻ കണ്ടെത്തുന്ന മാർഗം സൗന്ദര്യമാണെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ അഭിമാനത്തോടെ നമുക്ക് വിളിച്ചു പറയാം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിനെ കുറിച്ചടക്കെന്ന് പറയാം. സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ മലായികത്തുകൾ ആ സ്വലാത്തിന്റെ എണ്ണം കണ്ട് സൃഷ്ടിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വലാത്തും ചുമന്നുകൊണ്ട് ആ മലായികത്ത് അപ്പോൾ തന്നെ മദീന മുനവ്വറയിലെ റൗള മുശറഫയിലെ റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ഇന്ന നാട്ടിലുള്ള ഇന്ന ആളുടെ ഇന്ന സദസ്സിൽ നിന്നുള്ള സ്വലാത്തുമായി ഞാനിതാ വന്നിരിക്കുന്നു എന്ന് നമ്മെ പരിചയപ്പെടുത്തിയ ആ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക് എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓരോ സ്വലാത്തിലും അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പരിചയപ്പെടുന്നു. ചൊല്ലിക്കോ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വലാത്തിന്റെ കാരണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ മലായികത്ത് ആ ദൗത്യം നിർവഹിച്ചതിന് ശേഷം അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, ഇന്ന നാട്ടിലുള്ള ചൊയ്യോട് പ്രദേശത്തുള്ള ഇന്ന നാട്ടിലുള്ള ഇന്ന മനുഷ്യന്റെ സ്വലാത്ത് എത്തിക്കാൻ വേണ്ടിയാണല്ലോ ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് എന്നെ നീ സൃഷ്ടിക്കപ്പെട്ടത്. ആ ദൗത്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി എന്റെ ഡ്യൂട്ടി എന്താണെന്ന് ആ മലായികത്ത് ചോദിക്കുമ്പോൾ ആരുടെ സ്വലാത്ത് എത്തിക്കാൻ വേണ്ടിയാണോ നീ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ വ്യക്തിക്ക് ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാർ ചെയ്യലാണ് നിന്റെ ഡ്യൂട്ടി എന്ന് ആ മലായികത്തിനോട് അല്ലാഹു തആല പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓരോ സ്വലാത്തിനും ഓരോ മലായികത്ത്, 10 സ്വലാത്തിന് 10 മലായികത്ത്, 100 സ്വലാത്തിന് 100 മലായികത്ത് ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി
മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാനമായ റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഇമാം ബുസ്രി റഹിമഹുല്ലാഹ് പറയുന്നത് കണ്ടോ? മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറ മുൻഖസിമി. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി غير منقسم. مولاي صل وسلم دائما